ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 79ാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണമതിലില്ല, ഇത് ഇരിപ്പതെ പ്രകാരം. ഹനനവുമിങ്ങനെ തന്നെയാകയാലേ, ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. ജനിസമയം സ്ഥിതിയിലില്ല, ജന്മി അന്യക്ഷണം അതിലില്ല, ഇത് ഇരിപ്പതെ പ്രകാരം. ഹനനവും ഇങ്ങനെ തന്നെയാകയാലേ, ജനനവുമില്ല, ഇത് ചിത്പ്രഭാവമല്ല. ജനന സമയം നിശ്ചയമല്ല. ജനിച്ച ക്ഷണത്തിൽ തന്നെ ആ പ്രക്രിയയിൽ നിന്നും ജനിച്ച ജന്മി വിഭിന്നമായി തീരുന്നു. ജനിക്കുന്ന ഒന്നിന് എപ്പോഴെങ്കിലും സ്ഥിരതയുണ്ടോ? മരണവും അങ്ങനെ തന്നെ. വാസ്തവത്തിൽ ജനനവുമില്ല, മരണവുമില്ല. സൃഷ്ടിസ്ഥിതി സംഹാരമായി കാണുന്നതഖിലവും ചിരന്തനമായ ആത്മാവിൻ്റെ അദ്ഭുത പ്രഭാവം മാത്രം. ഇതാണ് ഇതിൻ്റെ സംക്ഷിപ്തമായ ഒരു സാരം. ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു പരമാർത്ഥ കാര്യമാണ് ഗുരു ബോധ്യപ്പെടുത്തുന്നത്. തനിക്ക് ബോധ്യപ്പെട്ട സത്യത്തെ മാനവരാശിക്ക് പ്രയോജനം ചെയ്യാൻ, മനുഷ്യൻ്റെ പുരോഗതിക്ക് ഗുരുവിൻ്റെ അറിവ് ഗുരു പങ്കുവെക്കുകയാണ്. ഗുരു 8ാമത്തെ ശ്ലോകത്തിൽ ഉപദേശിച്ചു, മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല, നാമരൂപം. അതായത് എല്ലാം പഞ്ചഭൂതാത്മകമായിട്ടുള്ള പൊരുൾ ഏകമായ ചൈതന്യമാണെന്നറിയുക. അതിന് ജനനവുമില്ല, നിലനിൽപ്പുമില്ല, നാശവുമില്ല. അത് ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. ഇത് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ തക്ക വിധം ഗുരു ബോധ്യപ്പെടുത്തുന്നു. പഞ്ചഭൂതാത്മകത്തിനപ്പുറമുള്ള സത്യം എന്തെന്ന് ഗുരുവിനറിയാം. നാം പഞ്ചഭൂതാത്മകമായ ജീവിതത്തിൽ മുഴുകി പുത്തൻ അറിവുകൾ തേടുന്നു. പ്രാപഞ്ചിക സുഖം വലിയ സുഖമാണെന്ന് കരുതി നാം അതിൽ മുഴുകുന്നു. ഗുരു ഉപദേശിക്കുന്നു, ജനിസമയം സ്ഥിതിയില്ല. ജനിക്കുന്ന സമയത്ത് ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല. ഏതൊരു വസ്തുവും ഉണ്ടാകുന്ന സമയത്ത് സ്ഥിതി ചെയ്യുന്നില്ല. നാം കറി വെച്ചു കൊണ്ടിരിക്കുകയാണ്, കറി ആയില്ല. ജനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിതി ചെയ്യുന്നില്ല, വന്നുകൊണ്ടേയിരിക്കുന്നു, വന്നിട്ടില്ല. ജന്മി, അതായത് ജനിക്കപ്പെട്ടത്, അന്യക്ഷണം അതിലില്ല. ജനിച്ചത് സ്ഥിതി ചെയ്യുന്നില്ല. ജനിച്ചതിന് അന്യക്ഷണമില്ല. ഏതൊരു വസ്തുവും ഉണ്ടായ ശേഷം അതേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നില്ല. മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഞാൻ പറയുന്നതിന് മുമ്പുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ളത്. അനുനിമിഷം മാറ്റം സംഭവിക്കുന്നു. ശരീരത്തിനുള്ളിൽ കോശങ്ങൾ മരിക്കുന്നു, കോശങ്ങൾ ജനിക്കുന്നു. നമ്മുടെ ചിന്ത മാറി മാറി വരുന്നു. നാം അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മിൽ അനുനിമിഷം മാറ്റം വരുത്തുന്നു. ജനിച്ചതെല്ലാം നിമിഷം തോറും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇരിപ്പതെ പ്രകാരം. ഇത് ഇരിപ്പതെ പ്രകാരം. ഇതിനെപ്പോഴാണ് ജീവിതം? ഓരോ നിമിഷവും ജനിച്ചതെല്ലാം മാറുന്നു. ജന്മി അന്യക്ഷണം അതിലില്ല. ജനിച്ച സമയം തൊട്ടിട്ട് ജന്മി മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറ്റത്തിന് വിധേയമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്താണ് വാഴുന്നത്? എന്താണ് സ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്നത്? നമ്മുടെ ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. നാം അമ്മയുടെ വയറ്റിൽ ഒരു ഒറ്റ കോശ ജീവിയായി, പിന്നെ അത് 2 കോശമായി, 4 കോശമായി, 8 കോശമായി, 16, അതായത് സെക്കൻഡ്സിനുള്ളിലാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്.
അങ്ങനെ അമ്മയുടെ വയറ്റിൽ തന്നെ നാം മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ചിന്തിക്കുക, ഒറ്റ കോശം 8 കോശം 16 കോശവുമായി മാറി, പിന്നെ മാറി മാറി ജീവരൂപം പ്രാപിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് അമ്മ പ്രസവിച്ചു. ആ ഘട്ടം മാറി കോശം വിഭജിച്ച് മാറ്റപ്രക്രിയ, വികസന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 1 വയസ്സായി, 2 വയസ്സായി, 30 വയസ്സായി, 40 വയസ്സായി, 50, 60 വയസ്സായി, 70, 80 വയസ്സായി, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഗുരു ഇവിടെ ആത്മീയത യുക്തിസഹമായി ഉപദേശിക്കുകയാണ്. ജനി സമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം അതിലില്ല, അത് മാറി. നാം ക്ഷണം ക്ഷണം മാറിക്കൊണ്ടേയിരിക്കുന്നു. മരണം വരെ ഈ മാറ്റം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് സ്ഥിതിയില്ല, പിന്നെങ്ങനെയാണ് ജീവിതം? മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. പ്രപഞ്ചത്തിലെ സകലതും മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒന്നും തുടർച്ചയായിരിക്കുന്നില്ല. എന്നാൽ മാറ്റമില്ലാതെ ഒന്നുണ്ട് എന്ന് ഗുരു ബോധ്യപ്പെടുത്തുന്നു. ജനിച്ചപ്പോൾ ഉള്ള ഞാനല്ല ഇപ്പോൾ. എന്നിലെ ഞാൻ, വയസ്സിൻ്റെ കാര്യം പറഞ്ഞു. ജനിച്ചപ്പോൾ ഞാൻ 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 എന്ന് പറഞ്ഞു പഠിച്ച ഞാൻ ഇപ്പോഴും ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നതിന് മാറ്റം വരുന്നില്ല, അതെന്നും ഒരുപോലെ ഇരിക്കുന്നു. പഞ്ചഭൂതാത്മകമായതെല്ലാം മാറ്റത്തിന് വിധേയമാണ്. എന്നാൽ അതിലെ ഏകമായ രഹസ്യത്തിന് ഒരു മാറ്റവുമില്ല. ഞാൻ ഞാൻ എന്നതിന് ഒരു മാറ്റവുമില്ല. ഇനി അടുത്തത് ഹനനവും, അത് ഹനനം എന്ന് പറഞ്ഞാൽ നാശവും ഇങ്ങനെ തന്നെയാകയാലേ, നാശവും ഇങ്ങനെ തന്നെയാണ്. അതായത് വളർച്ചയിലേക്ക് പോകുന്നത് പോലെ, മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ തളർച്ചയിലേക്ക് ഒരു പരിധി, നമ്മുടെ ഒരു മധ്യവയസ്ക ആവുമ്പോഴേക്കും നാം പിന്നെ തളർച്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഹനനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ ഓരോ ജന്മദിനവും മരണദിനത്തോടടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ വികാസം സംഭവിക്കുന്നത് അതുപോലെ നാശവും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ എവിടെ വെച്ചാണ് ജനനവും നിലനിൽപ്പും മരണവും? ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് നാം ജീവിതമെന്ന് പറയുന്നു. ഗുരു ഉപദേശിക്കുന്നു, ഇതെല്ലാം ചിത് പ്രഭാവമെല്ലാം ചിത്തിൻ്റെ പ്രഭാവമാണ്, ആത്മാവിൻ്റെ മഹത്വമാണ്. ജനനവും മരണവുമെല്ലാം കേവലം നമ്മുടെ തോന്നലാണ്. ഇതെല്ലാം ആത്മാവിൻ്റെ പ്രഭാവമാണ്. ഈ സൃഷ്ടി വ്യത്യസ്തമാണ്, വൈവിധ്യമാണ് പ്രപഞ്ച സൃഷ്ടി. അത് സൃഷ്ടിയുടെ മഹത്വമാണ്. വൈവിധ്യതയാണ് സൃഷ്ടിയുടെ മഹത്വം. പ്രപഞ്ച വിന്യാസത്തിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യം മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ഗുരു ഉപദേശിക്കുന്നു. ആ അന്വേഷണം മനുഷ്യൻ്റെ മഹത്വമാണ്. മനുഷ്യൻ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യവും അന്വേഷിച്ചറിയാൻ പ്രാപ്തനാണ്. ഇവിടെ ഒന്നും ജനിക്കുന്നുമില്ല, ഒന്നും മരിക്കുന്നുമില്ല, എല്ലാം ചിത് പ്രഭാവമാണ്, ആത്മാവിൻ്റെ മഹത്വമാണെന്ന് നന്നായി തിരിച്ചറിയുക. പ്രപഞ്ചത്തിനതീതമായ രഹസ്യ സത്യം തിരിച്ചറിയാൻ എല്ലാവർക്കും ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.